ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിതൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലായിട്ട് 5 മീഡിയം പീസുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയോടെ തന്നെ കുക്കറിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കിലോ ബീഫ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുക്കറിൽ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സോൾട്ടും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലടിക്കുമ്പോൾ സിമ്മിലിട്ട് കൊടുക്കാം. എന്നിട്ട് 20 മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ബീഫ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാളയും 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും പിന്നെ 10 കാന്താരി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റിന് ശേഷം പൊട്ടറ്റോയുടെയും ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2 മുതൽ 3 മിനിറ്റ് വരെ ഇത് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ഞാനിവിടെ ഒരു മുഴുവൻ മുട്ട റവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട്ലേറ്റ് മുട്ടയിൽ നിന്ന് മുക്കിയതിന് ശേഷം റവയിലിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ കട്ട്ലേറ്റിനും അതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. ഇത് നിങ്ങൾക്ക് നേരെ ഫ്രൈ ആവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.